വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 8ാം ദിനം പിന്നിട്ടു. ദുഷ്കരമായ സൂചിപ്പാറ സൺറൈസ് വാലിയിലും ഇന്ന് തിരച്ചിൽ നടത്തി. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും തിരച്ചിൽ 90% പൂർത്തിയായി. മേപ്പാടി സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രധാന തിരച്ചിൽ. വനം വകുപ്പിലെ പ്രത്യേക പരിശീലനം ലഭിച്ച 2 പേരും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ 4 പേരും 6 സൈനികരും ഉൾപ്പെടെ 12 പേരുടെ സംഘമാണ് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ സൺറൈസ് വാലിയിൽ ഇറങ്ങിയത്. ഏറെ നേരം തിരഞ്ഞെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും തിരച്ചിൽ 90% പൂർത്തിയായെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചൂരൽമലയിലുൾപ്പെടെ റഡാർ പരിശോധന തുടർന്നു. തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി. ഇന്നോടുകൂടി ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. വാടക വീടുകൾക്കുള്ള അന്വേഷണം തുടങ്ങി. വീടുകൾ നഷ്ടമാകാത്തവരും പുനരധിവാസ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാകുമെന്നും മന്ത്രി പറഞ്ഞു. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന KSEBയുടെ ചൂരൽമല എക്സ്ചേഞ്ച്, ചൂരൽമല ടവർ, മുണ്ടക്കൈ, KK നായർ, അംബേദ്കർ കോളനി, അട്ടമല പമ്പ് ട്രാൻസ്ഫോമർ പരിധികളിലെ ഉപഭോക്താക്കളിൽ നിന്ന് 6 മാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ല. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും KSEB ചെയർമാനും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ദുരന്തത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങി. ടീം 24 വയനാട്. വയനാട് ഉരുൾപൊട്ടലിൽ തിരിച്ചറിയാനാകാത്ത 22 ശരീരഭാഗങ്ങൾ കൂടി പുത്തുമലയിൽ സംസ്കരിച്ചു. സർവ്വമത പ്രാർത്ഥനയ്ക്കും ഗാർഡ് ഓഫ് ഓണറിനും ശേഷമാണ് പ്രിയപ്പെട്ടവർക്ക് നാട് വിട ചൊല്ലിയത്. സജോ ദേവസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പുത്തുമലയിൽ നിന്നും സജോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പുത്തുമല ഇന്നും സങ്കടക്കടലാകുന്ന ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. 3ാം ദിനമാണ്. തിരിച്ചറിയാതെ പോയ ഈ ദുരന്തം വിഴുങ്ങിയ മനുഷ്യരിൽ കണ്ടെത്തിയിട്ടും തിരിച്ചറിയാതെ പോയ മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ ഒക്കെയാണ് പുത്തുമലയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭൂമിയിൽ. ഇനിയിപ്പോൾ അതൊരു പൊതു ശ്മശാനം തന്നെയാണ്. സർക്കാർ ഹാരിസൺ മലയാളത്തിൽ നിന്ന് ഏറ്റെടുത്ത പുത്തുമലയിൽ ഇന്നും സങ്കടക്കാഴ്ച തന്നെയായിരുന്നു. ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരുടെ 22 പേരുടെ ശരീരഭാഗങ്ങളാണ് പുത്തുമലയിലെത്തി സംസ്കരിച്ചത്. ആംബുലൻസുകൾ കൂട്ടത്തോടെ പുത്തുമലയിലേക്ക് എത്തിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇന്നും സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് പ്രിയപ്പെട്ടവർക്ക് പുത്തുമല വിട നൽകിയത്. മന്ത്രിതല സംഘം ഉൾപ്പെടെ ഇന്നും പുത്തുമലയിലെത്തിയിരുന്നു. സന്നദ്ധ പ്രവർത്തകർ ഇന്നും സജീവമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 22 പേരുടെ ശരീരഭാഗങ്ങൾ കൂടി പുത്തുമലയിൽ എത്തിച്ച് സംസ്കരിച്ചു. ഇന്നലെ 29 ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് 3ാമത്തെ ദിവസമാണ്. 3 ദിനങ്ങളിലായി ആദ്യഘട്ടത്തിൽ 37 പൂർണ്ണ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹങ്ങൾ, പിന്നീട് 154 ശരീരഭാഗങ്ങൾ എന്നിവയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസ്കരിച്ചത്. ഇന്ന് 22 ശരീരഭാഗങ്ങൾ കൂടി സംസ്കരിച്ചു. ഇന്നത്തെ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരാണ്. അതായത് ഈ പുത്തുമല എന്നത് തന്നെ ഒരു സങ്കട ഓർമ്മയാണ്. ആ മണ്ണിലാണ് ഇനിയിപ്പോൾ അതിനൊരു പൊതു ശ്മശാനം എന്ന് തന്നെ വിളിക്കാം. സർക്കാർ ആദ്യഘട്ടത്തിൽ 64 സെൻറ്റും പിന്നീട് 25 സെൻറ്റ് ഭൂമി കൂടി ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇത്രയധികം കുഴിമാടങ്ങൾ ഒരുക്കി ആ ദുരന്തം വിഴുങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിട നൽകിയത്. ഏറ്റവും ഒടുവിൽ തിരിച്ചറിയപ്പെടാതെ പോയെങ്കിലും അവർ ഈ ദുരന്തത്തിന് മുൻപ് കൃത്യമായ മേൽവിലാസം ഉണ്ടായിരുന്നവരാണ്, കൃത്യമായ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നവരാണ്. അങ്ങനെയുള്ള മനുഷ്യരാണ്. അവരെ പക്ഷേ തിരിച്ചറിയാൻ കഴിയാതെ പോയി. അവരുടെ പ്രിയപ്പെട്ടവർക്ക് പോലും അവരെ അറിയാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇനി മുതൽ അങ്ങോട്ടേക്ക് അവരെ തിരിച്ചറിയാനുള്ള ഒരു സാധ്യത എന്നത് ഈ മണ്ണിൽ, ഈ പൊതുമണ്ണിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, ഇതോടൊപ്പം സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന നമ്പറാണ്. ആ നമ്പർ ഉപയോഗിച്ച് എന്തെങ്കിലും DNA സാമ്പിളുമായി ഒത്തുചേരുകയാണെങ്കിൽ, യോജിക്കുകയാണെങ്കിൽ അവർക്ക്, അവരുടെ ഉറ്റവർക്ക്, ബന്ധുക്കൾക്ക് അവരങ്ങനെ തേടി വന്ന് സാമ്പിളുകൾ കൊടുത്ത് ആ താരതമ്യത്തിൽ യോജിക്കുകയാണെങ്കിൽ അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയും. അത്തരം സാധ്യതകൾ കൂടി, അതായത് പുറമേ സ്ഥാപിച്ചിരിക്കുന്ന ഈ കല്ലുകളിൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കുഴിമാടത്തിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയുള്ള ഒരു ഡീറ്റെയിൽ രേഖപ്പെടുത്തിയുള്ള ഒരു പേപ്പർ അടക്കം ചെയ്ത കുപ്പി കൂടി കുഴിമാടത്തിലേക്ക് വെക്കും. അങ്ങനെയാണ്
ഈ സംസ്കാരമെല്ലാം നടത്തിയിട്ടുള്ളത്, കൃത്യമായ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കൊരു നീതി എന്നത്, അതായത് ഈ മനുഷ്യർ, അതായത് ഈ കൂട്ടക്കുഴിമാടങ്ങൾ നമ്മൾ നേരിട്ട ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംഗ്രഹം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. നമുക്കിവിടെ കാണാം, ഈ ദൃശ്യങ്ങളിലൊക്കെ നമ്പറുകൾ ഈ കുഴിമാടങ്ങളോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള കുറ്റികളിൽ അല്ലെങ്കിൽ ആ കല്ലുകളിൽ നമ്പറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ നമ്പർ മാത്രമാണ് അവരെ തിരിച്ചറിയാനുള്ള അടയാളം. പക്ഷേ ഏതാനും നാളുകൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നില്ല ആ മനുഷ്യരെ ആർത്തതിൽ വന്ന ദുരന്തം കൊണ്ടുപോയത്. പുത്തുമല തന്നെ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ്. ആ ദുരന്ത സ്മരണകൾക്ക് മുകളിലാണ് ഈ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരുടെ ഓർമ്മകളെ അല്ലെങ്കിൽ അവശേഷിപ്പുകളെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ്. അങ്ങേയറ്റം ഹൃദയഭേദകവും വൈകാരികവുമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ. ഇത് മൊത്തമായി ഈ ഭൂമി ഒന്നാകെ ഒരു ശ്മശാനമായി മാറുന്നു. ആ മനുഷ്യരുടെ ഓർമ്മകളെ ഇവിടെ നമ്മൾ അടക്കം ചെയ്യുന്നു. അത് ഈ ദുരന്തത്തിൻ്റെ സ്മാരകമായി മാറുന്നു. യഥാർത്ഥത്തിൽ മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും ഒക്കെ അടുത്തു തന്നെയാണ് പുത്തുമല, അധികം ദൂരമില്ല. ഇവിടെ 2019 ഉരുൾപൊട്ടിയത്. അന്നും ദുരന്തമുണ്ടായതാണ്. ആ മേഖലയിലെ ഒരു നാടിനെ ഒന്നാകെ ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിഞ്ഞ ആ ദുരന്തത്തിൽ ഇനിയും എത്രയോ പേരെ എണ്ണിത്തിട്ടപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ സങ്കീർണതകളുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ കാണാതായ മനുഷ്യർ എത്രയോ മണ്ണ് അടരുകളിൽ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ഒലിച്ചുപോയവർ, ചാലിയാർ തന്നെ മരണപ്പുഴയായി മാറുന്നത് നമ്മൾ കണ്ടു. അവരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ തിരച്ചിൽ ദൗത്യം ഇപ്പോഴും ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ഇങ്ങനെ കണ്ടെത്തുന്ന മനുഷ്യരിൽ തിരിച്ചറിയപ്പെടാതെ പോയവർ, അവരിൽ പക്ഷേ അവരുടെ ഉറ്റവർ പലരും ഉണ്ടാകാം. ചിലർക്കൊക്കെ ഉറ്റവർ തന്നെയും ആ ഒരു കുടുംബത്തിൽ ആരും തന്നെയും അവശേഷിക്കാത്തതും ചിലയിടത്ത് ഒരാൾ മാത്രം അവശേഷിക്കുന്നതും ഒക്കെയുണ്ട്. പലയിടത്തും ആളുകൾ തങ്ങളുടെ ഉറ്റവരാണോ തങ്ങളുടെ ബന്ധുക്കളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അന്വേഷിച്ചും കാത്തും തിരഞ്ഞുമൊക്കെ വരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഇവിടുത്തെ ചടങ്ങുകളിൽ പങ്കാളികളാകുന്നു. സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് 3-ാം ദിനവും സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ പുരോഹിതർ വന്നു. അവർ പ്രാർത്ഥനകൾ ചൊല്ലി. അങ്ങനെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. ഒപ്പം മന്ത്രിമാർ ഇവിടെ തന്നെ എത്തിയിരുന്നു. മന്ത്രി കെ രാജനും മന്ത്രി എ കെ ശശീന്ദ്രനും അടക്കമുള്ള മന്ത്രിമാരുടെ സംഘവും ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഒരു ആദരവും കൂടി അർപ്പിച്ചു. ജനപ്രതിനിധികൾ, നാട്ടുകാർ, അങ്ങനെ ഇവരുടെ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന ചിന്തയോടുകൂടി വന്ന മനുഷ്യർ, അവരൊക്കെ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നത്. അക്കാര്യത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ പാലിച്ചൊരു സൂക്ഷ്മത എന്നത് ഈ നമ്പറുകളിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവാതെ കൃത്യമായി തന്നെ ആ കൊണ്ടുവന്ന ശരീരഭാഗങ്ങളൊക്കെ നമ്പർ ചെയ്താണ്. അത് കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ച് നടപടിക്രമങ്ങൾക്ക് ശേഷം നമ്പർ രേഖപ്പെടുത്തി അത് കൃത്യമായി കുഴിമാടങ്ങൾക്കും നമ്പർ കൊടുത്ത് അതൊരു DNA പ്രൊഫൈൽ, DNA സാമ്പിൾ പ്രൊഫൈൽ ലൈബ്രറി എന്ന നിലയ്ക്ക് തന്നെ സൂക്ഷിക്കും. ഭാവിയിൽ അതതിന് ഫോളോ അപ്പ് ഉണ്ടാകുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇതിന് തന്നെ പ്രത്യേക സ്പെഷ്യൽ ഓഫീസറൊക്കെ സർക്കാർ നിയോഗിച്ചിരുന്നു. ആരോഗ്യവകുപ്പും അത് സംബന്ധിച്ച് തുടർ പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയാണ്. അതൊരു നീതിയാണ്. കാരണം ഈ മനുഷ്യർ ദുരന്തത്തിൽ പോയി നമ്മൾക്ക് ആ പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയി, ആ നാടൊന്നാകെ ഇല്ലാതായി, ജീവനും സ്വത്തും ഒക്കെ നഷ്ടമായി, ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിലായി, ഒരുപാട് പേർ മരിച്ചുപോയി. അവിടെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോഴും ഇനി അവശേഷിക്കുന്ന നീതി എന്താണ്? ഒരു പ്രബുദ്ധ സമൂഹം എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നീതി എന്താണ് എന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ആ ദുരന്തത്തിൻ്റെ ആകെ സംഗ്രഹം ഈ ദൃശ്യങ്ങളിൽ ഒന്നാകെയുണ്ട്. ഈ കൂട്ടക്കുഴിമാടങ്ങൾ ഇങ്ങനെ ഒരുക്കി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, അതായത് തിരിച്ചറിയാതെ പോയ മനുഷ്യർക്ക്, അവരെ ആരെന്നറിയാത്ത മനുഷ്യർക്ക് വേണ്ടി കുറേയധികം മനുഷ്യർ പല ദേശങ്ങളിൽ നിന്ന് വന്ന് അന്ത്യയാത്രാ മൊഴി ചൊല്ലുന്നു എന്നതാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു നീതിയാണ്, അതാണ് ഉറപ്പാക്കുന്നത്. അത് ഈ ദുരന്തത്തെ ഒന്നാകെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം നമ്മുടെ നാടിൻ്റെ ഒന്നാകെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, വിള്ളലേൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ആ വേദനിപ്പിക്കുന്ന സന്ദർഭമാണ്. പക്ഷേ ആ കാര്യത്തിൽ ഇനി ചെയ്യാൻ കഴിയുന്ന നീതി തീർച്ചയായും സജു, അത് വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നും അതേ കാഴ്ച തന്നെയാണ് പുത്തുമലയിൽ. ഇപ്പോൾ ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടത്തിനൊപ്പം മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദീപക് ധർമ്മടത്തിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് വേണ്ടി. വളരെ ശാസ്ത്രീയമായി നടന്നു. ഇതുവരെ എത്താത്ത മേഖലയിലേക്ക് വ്യോമസേനയുടെ വിമാനം ALH ഹെലികോപ്റ്റർ ഒരുക്കിക്കൊണ്ട് തന്നെ ഒരു തെരച്ചിൽ നടക്കുന്നു. പക്ഷേ എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ഏതായാലും നാളെ മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണ്. അതിനു മുമ്പ് മന്ത്രിസഭാ ഉപസമിതി തെരച്ചിലിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും ശേഖരിച്ച് പല തെരച്ചിൽ കേന്ദ്രങ്ങളിലും മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗം നിർണായകമാണ്. ഈ ഘട്ടത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ്? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ല, നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തിരഞ്ഞ ഇടങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചാലിയാർ പുഴ ഉൾപ്പെടെ ആ നിലയിൽ തിരഞ്ഞു. മറ്റൊരു വിഷയമുള്ളത്, ഇനി കടലിൽ അതിൻ്റെ സാധ്യത എന്തെന്ന് പരിശോധിക്കാൻ നേവിയുമായി ചർച്ച നടത്തി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ 6 സോണായി തിരിച്ച് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു നമ്പർ കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത്. ഇന്നലെ കുറച്ച് കൂടി, പക്ഷെ 14 ആയിരുന്നു ആദ്യം, 4 ദിവസം മുമ്പ്. സ്വാഭാവികമായും ഇനി കിട്ടാനുള്ള സാധ്യത കുറയാണ്.
അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടാ. എന്നാലും ആദ്യം ഒരു 14 കിട്ടിയതുപോലെ വലിയൊരു നമ്പർ ഇനി ഉണ്ടാവില്ല. 14, പിന്നെ 4 പിന്നെ 1. ഇന്നലെ കുറച്ച് അധികം നമ്പർ വന്നു, പക്ഷേ ഇന്ന് വീണ്ടും കുറയുന്ന സ്ഥിതിയാണ് വരുന്നത്. പക്ഷേ നമ്മളെല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തുക, തിരയുക, എവിടെയാണോ കൂടുതൽ സാധ്യത കാണുന്നത് അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാട് തുടരും. നാളെ മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണ്. കേരളം ആകെ വലിയ പ്രതീക്ഷയിലാണ് മന്ത്രിസഭാ യോഗത്തിൽ. പ്രത്യേകിച്ചും മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ക്യാമ്പ് ചെയ്ത് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത് ഞങ്ങൾ ഉപസമിതിയിലെ 4 മന്ത്രിമാരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒന്ന് ചേർന്നിരുന്നു. കാര്യങ്ങളൊക്കെ വളരെ വിശദമായി വിലയിരുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു വൈകിട്ട് ഒരു 7 മണിക്ക്. ആ മീറ്റിംഗ് കഴിഞ്ഞ് അതിലൊരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് നാളെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. അത് വളരെ പ്രധാനമായിരിക്കും. ആ റിപ്പോർട്ടിലെ ഞങ്ങളുടെ ഫീൽഡ് എക്സ്പീരിയൻസും ഇന്നത്തെ കൂടിയുള്ള പൊതു വിലയിരുത്തലുകളും വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് നാളെ മന്ത്രിസഭയിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. കേരളം പ്രതീക്ഷിക്കുന്നത് വളരെ ഒരു കേരളത്തിൻ്റെ ഒരു റീബിൽറ്റ് മോഡൽ ആയിരിക്കും വയനാട് ഉണ്ടാകാൻ പോകുന്നതാണ്. എന്താണ് മിനിസ്റ്റർ കണക്കൂട്ടുന്നത്? അല്ല, അതിന് മുമ്പ് ഒരു പ്രധാന വിഷയം ഈ പുനരധിവാസം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ക്യാമ്പിൽ നിന്നും എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം അതിനും ചില പുതിയ കാര്യങ്ങൾ ആലോചിക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ക്വാർട്ടേഴ്സുകൾ, പ്രധാനപ്പെട്ട ഒഴിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ മുഴുവൻ ഇവർക്ക് താമസം ഒരുക്കാൻ വേണ്ടി നിശ്ചയിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന മുഴുവൻ ക്വാർട്ടേഴ്സുകളും ആ നിലയിലേക്ക് ഇവർക്ക് കാര്യങ്ങൾ താമസിക്കാൻ പറ്റുന്ന നിലയിലേക്ക് അതിൻ്റെ എണ്ണമെടുത്ത് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ഇപ്പം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നാളത്തെ മന്ത്രിസഭയിലാണ് മൊത്തം പ്രതീക്ഷ നിൽക്കുന്നത്. അതെ, ഇന്നത്തെ വൈകുന്നേരത്തെ ഞങ്ങളുടെ സന്ധ്യയ്ക്ക് ഒരു 7 PM ഞങ്ങൾ ഇരുന്ന് നടത്തുന്ന മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നാളെ ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. മികച്ച കോർഡിനേഷനിലുള്ള പ്രവർത്തനം പോകുന്നതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഏതായാലും നാളത്തെ മന്ത്രിസഭാ യോഗം ഏറെ നിർണായകമാണ് എന്ന് തീർച്ച. ഇന്ന് രാത്രി ചേരുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം കൃത്യമായി ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ വിവരശേഖരണങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടായിരിക്കും നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുക. ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ശ്രീജിത് ശ്രീകുമാറിലേക്ക് കൂടി പോവുകയാണ്. അതിന് മുൻപ് ഇപ്പോൾ മന്ത്രി MP രാജേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയാണ് മന്ത്രി MP രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കുന്നതിന് പകരം കൊടും ചതി പ്രയോഗം നടത്തിയെന്ന് മന്ത്രി MP രാജേഷ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനെതിരെ ദേശീയ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതാൻ വിദഗ്ധരെയും ശാസ്ത്രജ്ഞരെയും സമീപിച്ചുവെന്ന വാർത്തയെ ഉദ്ധരിച്ചാണ് ഇപ്പോൾ മന്ത്രി വിമർശനാത്മകമായൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാണ് ഹരികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. നമ്മൾ ശ്രീജിത് ശ്രീകുമാറിലേക്ക് പോകുന്നു. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടത്തിയ ശേഷം വ്യോമസേന ഹെലികോപ്റ്റർ തിരിച്ചെത്തി. ഇന്ന് തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പൊടിച്ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അപ്പോൾ ഇനിയും തെരച്ചിൽ തുടരുമോ ആ മേഖലയിൽ? ഇന്നത്തെ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത്? ഉന്മേഷ, നമ്മൾ രാവിലെ പ്രതീക്ഷിച്ചിരുന്നത് വ്യോമസേനയുടെ ആ ഒരു വിമാനം വരുന്നു, ഒരു 12 അംഗ സംഘം ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നു. നമ്മളും ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന മേഖലയിലേക്ക് നമ്മളും എത്തിപ്പെട്ടിരുന്നു. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് വളരെ താഴ്ചയിലായിരുന്നു ആ തിരച്ചിൽ. അത് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയിട്ടാണ്. നമ്മൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ചാലിയാറിൽ നിന്നൊരു രക്ഷാസംഘം ഇതിനു മുൻപ് വന്ന് പെട്ടുപോയ ഒരു സ്ഥലം വന്ന് പെട്ടുപോയ ഒരു സ്ഥലമായിരുന്നു അത്. അവരെ പിന്നീട് നേവിയൊക്കെ എത്തിയാണ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സൈന്യമൊക്കെ എത്തി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രദേശത്തേക്കാണ് വളരെ ശ്രമകരമായി അവിടുന്ന് ഏതെങ്കിലും ബോഡികൾ ഉണ്ടെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാമെന്ന് കണക്ക് കൂട്ടലിൽ അവർ ഇറങ്ങി പരിശോധന നടത്തിയത്. പക്ഷേ ഇപ്പോഴും വെള്ളം കലങ്ങി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാറക്കൂട്ടങ്ങൾക്കിടയിലടക്കം വലിയ തിരച്ചിൽ നടത്തി. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസവും ഇതിന്റെ മറ്റൊരു മേഖലയിൽ തിരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. എന്തായാലും അതിപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിലെ സാഹചര്യം നമുക്കറിയാം. ഇന്ന് എന്തായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായ ആളുകളെ മുണ്ടക്കയിൽ നിന്നും അതുപോലെ തന്നെ ചൂരൽമലയിൽ നിന്നും രക്ഷാപ്രവർത്തകരോട് മാറാൻ ആവശ്യപ്പെടുന്നു. അതായത് ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് ഈ ഹിറ്റാച്ചി ഉടമകളും അവരുടെ ജീവനക്കാരുമാണ് ചേരുന്നത്. നിങ്ങൾ അഭിനന്ദിക്കാത്ത തരമില്ല. കാരണം നമ്മളൊക്കെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ മണിക്കൂറുകളോളം അതിന്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കുകയാണ്. നിങ്ങൾ അഭിനന്ദിക്കാതെ തരമില്ല. അതൊരു ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു.
നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് ഇത് കാണുമ്പോൾ? ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മളിത് കാണുമ്പോഴുള്ള അനുഭവം നിങ്ങളെപ്പോലെ തന്നെയാണ്. ഇത് എവിടെ തുടങ്ങണം എന്നുള്ളത് ഒക്കെ ഒരു പ്രയാസമായിട്ട് തോന്നി. പിന്നെ ഇത് ചെയ്യല്ലാണ്ട് വേറെ നിവൃത്തികൾ നമ്മളെ മുമ്പിലില്ല. നമുക്ക് ആളുകൾ ഫസ്റ്റ് ദിവസമൊക്കെ വന്ന സമയത്ത് പരമാവധി ജീവന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറെ ആൾ മിസ്സിംഗ് ആണ്. അത് എങ്ങനെയൊക്കെ തെരഞ്ഞു പിടിക്കണം. അപ്പം ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നത്. ഞാനൊരു സംഭവം കേട്ടത് മുണ്ടക്കൈയിലെ ഒരു ടാക്സി ഡ്രൈവർ ഒരു ശരീരഭാഗം, ഒരു മൃതശരീരം എടുക്കുന്ന സമയത്ത് ആ ശരീരത്തിന്റെ അവസ്ഥ കണ്ട് വീണു, തലയുറ്റി വീണു, അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി എന്നാണ് കണ്ടത്. അപ്പോൾ അത്ര കണ്ട് ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ജോലി എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ അതിനൊന്നൊരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു കൗൺസിലിംഗ്? ഇന്ന് അതിന്റെ കൗൺസിലിംഗ് ഇന്നലെ ഈവനിങ്ങിലായിരുന്നു ഒരു ബോഡി കിട്ടിയത് നമ്മളെ ഫ്രണ്ടിന്റെ വണ്ടിയിൽ. അതിൽ തമിഴായിരുന്നു ഡ്രൈവർ. അത് കണ്ടോടുകൂടിയിട്ട് അവനാകെ മാനസികമായിട്ട് വിഷമായി. ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അവന് തല കറക്കമായി, എടുക്കാൻ പറ്റാണ്ടായി. പിന്നെ ഞങ്ങൾ വേറെ ഓപ്പറേറ്ററെ വിട്ടിട്ടാണ് ബാക്കി പണി തീർത്തത്. ഇന്നിപ്പോ കൗൺസിലിംഗ് നടത്തിയോ? ഇന്ന് കൗൺസിലിംഗ് നടത്തി. ഇവരെല്ലാവരും തന്നെ അതിൽ പങ്കെടുത്തു. ഇവിടെ പല സ്റ്റേറ്റിലെ വണ്ടികൾ മെഷീനിലുള്ള ആളുകളുണ്ട്. എല്ലാവരും നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ അവിടെ ഉണ്ട്. അവരൊക്കെയും ഇത്തരത്തിൽ തെരച്ചിലാണ്. ശ്രീകുമാരനാണ് ഇപ്പോൾ അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിലെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പുഴയിൽ നിന്നും തീരത്തു നിന്നുമായി 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. നാളത്തെ തിരച്ചിൽ എങ്ങനെ വേണമെന്നതിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. പരപ്പൻപാറ മുതൽ വാഴക്കാട് വരെയുള്ള 70 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇന്ന് തിരച്ചിൽ നടന്നത്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. ആദിവാസി കുടുംബങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോത്തുകൽ കുമ്പളപ്പാറ ഭാഗത്ത് നടത്തിയ തിരച്ചിലിൽ ഒരു ശരീരഭാഗം കണ്ടെത്തി. മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തു നിന്ന് ഒരു ശരീരഭാഗം കൂടി ലഭിച്ചു. ഇതോടെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 237ആയി. അഴുകിയ ശരീരഭാഗങ്ങൾ നിലമ്പൂരിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു. എങ്കിലും നിലവിൽ ലഭിച്ച ശരീരഭാഗങ്ങൾ വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. 24 മലപ്പുറം. ചാലിയാറിലെ തിരച്ചിൽ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സമീർ ബിൻ കരീം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. സമീർ, അപ്പോൾ ഈ അവിടെ നിന്ന് കണ്ടെത്തുന്ന ശരീരഭാഗങ്ങൾ അത് വയനാട്ടിലേക്ക് എത്തിക്കുമെന്നാണോ പുതിയ വിവരം? അതിന്റെ സംസ്കാരം എങ്ങനെയായിരിക്കും സമീർ? ഉന്മേഷ്, നേരത്തെ തന്നെ അഴുകിയ ശരീരഭാഗങ്ങൾ ചാലിയാറിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് നിലമ്പൂരിൽ സംസ്കരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉത്തരവും ഇറക്കിയിരുന്നു. എന്നാൽ നിലവിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. ഈ യോഗത്തിലാണ് എത്രയും ശരീരഭാഗങ്ങൾ എത്രത്തോളം വയനാട്ടിലേക്ക് അയക്കാൻ കഴിയുമോ അത്രത്തോളം തന്നെ അയക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇപ്പോൾ DNA എല്ലാം തന്നെ എടുക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പലപ്പോഴും പലർക്കും പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി വന്നാൽ ഒരു പക്ഷേ വയനാട്ടിലുള്ളവർക്ക് നിലമ്പൂരിൽ എത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം മാക്സിമം ഇല്ലാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഏറ്റവും പറ്റാവുന്ന അത്രയും ശരീരഭാഗങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവയെല്ലാം തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ ഈ യോഗത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 8 മണിയോട് അല്ലെങ്കിൽ 9 മണിയോട് കൂടെയാണ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പോത്തുകൽ മുതൽ വാഴക്കാട് വരെയുള്ള ഏതാണ്ട് 70 കിലോമീറ്ററോളം ദൂരം പുഴയിലൂടെ സഞ്ചരിച്ച് തെരച്ചിൽ നടത്തി എന്നുള്ളതാണ്. വിവിധ സംഘങ്ങളായി ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കുമ്പളപ്പാറ വനമേഖലയിൽ നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തി എന്നുള്ളതാണ്. ഇത് പ്രധാനമായും ഈ ആദിവാസി കുടുംബങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തണ്ടർബോട്ട് അടക്കമുള്ള സംഘം വനത്തിലെത്തി നടത്തിയ പരിശോധനയിലാണ് ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. അതിന് പിന്നാലെ മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തു നിന്നും ഒരു ശരീരഭാഗം കൂടി കണ്ടെടുത്തു. ഇങ്ങനെ 2 ശരീരഭാഗങ്ങൾ മാത്രമാണ് ചാലിയാർ പുഴയിൽ നിന്നും ഇന്ന് കണ്ടെത്താനായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇതോടുകൂടി 237 ശരീരഭാഗങ്ങൾ ചാലിയാർ ഡെഡ് ബോഡികൾ ഈ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 237 എണ്ണമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അവയിൽ 235ഉം വയനാട്ടിലേക്ക് അയച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ബാക്കി ഇന്ന് ലഭിച്ചിരിക്കുന്ന 2 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിയെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം വയനാട്ടിലേക്ക് തന്നെ അയക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ഏത് രീതിയിൽ തിരച്ചിൽ നടത്തണമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. സ്വാഭാവികമായും ഇന്ന് നടന്ന പോലെ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള തെരച്ചിലായിരിക്കും നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഈ വനമേഖലയിൽ നിന്നും എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യമോ അതല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഉണ്ട് എന്ന് ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അപ്പോൾ മാത്രമായിരിക്കും വനത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ നടക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഈ ചാലിയാർ പുഴ കടന്നു പോകുന്ന വാർഡ് അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികമായുള്ള തെരച്ചിൽ മാത്രമായിരിക്കും നാളെയും ഉണ്ടാവുക. ഉന്മേഷ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നാളെയും ഒരുപക്ഷെ തിരച്ചിൽ തുടരും. അത് ഏത് രീതിയിലാകണമെന്നുള്ളതിൽ അന്തിമ
തീരുമാനമായിട്ടില്ല എന്നാണ് സമീർ ബിൻ കരീം ഇപ്പോൾ അറിയിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 154 പേരെ കാണാതായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിക്കുകളോടെ 88 പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. എല്ലാ മൃതദേഹവും കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരും. DNA പരിശോധന സ്വകാര്യ ലാബുകളിൽ ചെയ്യാനാകുമോ എന്നും പരിശോധിക്കും. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്യാൻ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ വയനാട് കളക്ടർക്ക് നിർദ്ദേശം നൽകി. സൈന്യത്തിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ 224 വയനാട്ടിൽ നിന്നും 24, നിലമ്പൂരിൽ നിന്നും 157, അങ്ങനെ 181 ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്യുന്നതിന് കൂടുതൽ സ്ഥലം ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 154 പേരെ കാണാതായി എന്നാണ് കണക്ക്. 88 പേർ ഇപ്പോഴും ആശുപത്രികളിലാണ്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന നടത്തി ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ്. പുതിയ ക്രിമിനൽ നിയമസംഹിതയുടെ വെളിച്ചത്തിൽ DNA പരിശോധന സ്വകാര്യ ലാബുകളിലും ചെയ്യാനാകുമോ എന്നത് പരിശോധിക്കുന്നതാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തന്നെയാകും ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലരും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പിന്റെ ഭാഗമായി വെള്ളാർമല സ്കൂൾ അതേ രീതിയിൽ പുനർനിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സർട്ടിഫിക്കറ്റുകളുടെ വീണ്ടെടുപ്പ് സുഗമമാക്കുന്നതിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആലോചിക്കുന്നു. വയനാട്ടിലെ ദുരന്തം കേരളം വരുത്തിവെച്ചതാണെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര ജനതയെ അനധികൃത കുടിയേറ്റക്കാരായി ചിത്രീകരിക്കാനാണ് ശ്രമം. പ്രസ്താവനയിലൂടെ ദുരന്ത ബാധിതരെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നൽകാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് കേരള സർക്കാരിനെതിരെ ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ളവരെ അണിനിരത്താനുള്ള ഈ ശ്രമമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മാധ്യമ വാർത്തകൾ ശരിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരെ ദ്രോഹിക്കാനാണ് ഈ പരിപാടി? അതിനല്ലേ സാധാരണ ഈ പെയ്ഡ് ലേഖന പരിപാടി എന്നൊക്കെ പറയുക. അത് ആസൂത്രണം ചെയ്യുന്നത് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ലെന്ന് ചിലർ കുപ്രചാരണം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് ദുരിതാശ്വാസ നിധി നിയന്ത്രിക്കുന്നത്. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് പണം ചെലവഴിക്കുന്നത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. കൂടാതെ CAGയുടെ ഓഡിറ്റുമുണ്ട്. ഇതുവരെ ഒരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. MG ഇപ്പോൾ ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത്. നാടിതുവരെ സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഈ ദുരന്തമുഖത്തും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം ചില തീർത്തും പ്രതിലോമപരമായി നടത്തപ്പെടുകയാണ്. MG പ്രതീഷുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, ഇന്ന് ഒട്ടേറെ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് സർക്കാരിന്റെ തീരുമാനം അറിയിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ? പ്രതീക്ഷ. ഉന്മേഷ, നേരത്തെ തന്നെ മുഖ്യമന്ത്രി വയനാട് ദുരന്ത ബാധിതർക്ക് ആശ്വാസമായി ഒരു സമഗ്രമായ പുനരധിവാസ പദ്ധതി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ പദ്ധതി ലോകോത്തര നിലവാരത്തിൽ നടപ്പാക്കുമെന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വ്യക്തമാക്കിയത്. അത് വയനാട് ടൗൺഷിപ്പ് തന്നെയാണ്. നേരത്തെ ഈ ടൗൺഷിപ്പ് വയനാട്ടിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞ് നേരത്തെയും പല പലരും വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് നൽകിയ വിശദീകരണം സർക്കാരിൻ്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ
തന്നെയായിരിക്കും വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നതാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ഒപ്പം ഈ പുനരധിവാസ പദ്ധതി നടപ്പാക്കുമ്പോൾ അത് ലോകോത്തര നിലവാരത്തിലായിരിക്കുമെന്നും വീടുകൾ നിർമ്മിക്കുന്നതിന് വിദഗ്ധരായ ആർക്കിടെക്ടർമാരുടെ സഹായം ഉൾപ്പെടെ ചേർന്നുകൊണ്ടായിരിക്കും ആ പുനരധിവാസ പദ്ധതി നടപ്പാക്കുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ പുനരധിവാസം ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ വെള്ളാർമല സ്കൂള് നിലവിലുള്ള അതേ രീതിയിൽ തന്നെ പുനർനിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ന് ഔദ്യോഗികമായി മുഖ്യമന്ത്രി പറഞ്ഞത് 224 മരണമാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി 154 പേരെ ദുരന്ത മേഖലയിൽ നിന്നും കണ്ടെത്താനുണ്ട്. 181 മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. എങ്കിലും ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇനിയും വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത്. സേനാംഗങ്ങളും പോലീസും വനംവകുപ്പിന്റെയും സംഘങ്ങളാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഒപ്പം സന്നദ്ധ പ്രവർത്തകരായ നിരവധി പേരും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. പക്ഷേ അതേസമയം ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ അത് കൃത്യമായി നിയന്ത്രിക്കണമെന്നൊരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ദുരിത മേഖലയിലുള്ളവർക്ക് കൃത്യമായ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അത് ഈ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടെടുക്കുന്നതിന് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും, റേഷൻ വിതരണം, അത്തരത്തിലുള്ള നടപടികളുമായും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. നിലമ്പൂർ പോത്തുകലിൽ നിന്ന് ഉൾവനത്തിലേക്ക് തിരച്ചിലിനായി പോയ അഗ്നിരക്ഷാസേനയ്ക്ക് വഴികാട്ടിയായത് നായ മണം പിടിച്ച സ്ഥലത്ത് പരിശോധിച്ചപ്പോൾ മൃതദേഹം കണ്ടെത്തി. 12 കിലോമീറ്ററോളം ഉൾവനത്തിലേക്കാണ് സംഘത്തെ നായ കൊണ്ടുപോയത്. നിലമ്പൂരിൽ നിന്ന് തിരച്ചിലിന് പോയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രജിൻ രാജും സംഘവും തലപ്പാലിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ദയനീയമായി തങ്ങളെ നോക്കുന്ന നായയെ കാണുന്നത്. സംഘം വനത്തിലേക്ക് കടക്കാൻ ബോട്ട് മാർഗം ചാലിയാർ മുറിച്ചു കടന്നപ്പോൾ നായ ഒറ്റയ്ക്ക് പുഴ നീന്തിക്കടന്ന് സംഘത്തിനൊപ്പം ചേർന്നു. 12 കിലോമീറ്ററോളം നായ സംഘത്തെ വനത്തിലൂടെ കൊണ്ടുപോയി. വനത്തിൽ ഒരു ഭാഗത്തെത്തിയപ്പോൾ മണം പിടിച്ചു നിന്നു. കൈകൊണ്ട് മണ്ണ് നീക്കാൻ തുടങ്ങി. പിന്നാലെ സംഘം മണ്ണ് നീക്കിയപ്പോൾ കൈയുടെ ഭാഗം കണ്ടെത്തി. കുറച്ചധികം മണ്ണ് മാറ്റിയപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ഏകദേശം കലക്കുമ്പുഴേൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നായ മണം പിടിച്ചിങ്ങനെ മാന്തലുണ്ട്. അപ്പോൾ മാന്തൽ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു പോയാൽ നല്ല മാന്തലാണ്. അപ്പോൾ ഞങ്ങൾ സംശയം തോന്നിയിട്ട് വെറുതെ ഒന്ന് ഒരു കമ്പെടുത്തൊന്ന് അങ്ങ് ഇളക്കി നോക്കിയപ്പോൾ ഒരു കയ്യിൻ്റെ ഭാഗം കണ്ടു. പിന്നെ ഞങ്ങൾ ഒന്നുകൂടി പൊന്തിച്ച് നോക്കിയപ്പോൾ ഏകദേശം വലിയ ബോഡി പാർട്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നല്ല കുഴിച്ചപ്പോൾ ഏകദേശം അര വരെയല്ലേ ഒരു സ്ത്രീയുടെ ബോഡിയാണ്. ഏകദേശം ഒരു 16-17 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ ബോഡിയാണ് കിട്ടിയിട്ടുള്ളത്, കുട്ടിയുടെ ബോഡിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ ഇതുപോലെ തന്നെ ഞങ്ങളെ കോട്ട് കൊണ്ടിരുന്നു. കോട്ടിൽ പൊതിഞ്ഞിട്ട് അത് നേരെ അവിടെ കെട്ടി വെച്ചിട്ട് പിന്നെ ട്രാക്ടർ ഇവിടെ വരെ ഏറ്റി പിന്നെ ഇവിടുന്ന് ട്രാക്ടറിൽ എത്തിച്ചിട്ട് പിന്നെ നേരെ പുറത്ത് എത്തിച്ചു. മൃതദേഹത്തിനൊപ്പം നായയും സംഘത്തെ പിന്തുടർന്നു. അഗ്നിരക്ഷാസേന ബോട്ടിലും നായ പുഴ നീന്തിയും മുണ്ടേരിയിലെത്തി. മൃതദേഹം ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയതോടെ തിരികെ നായ വനത്തിലേക്ക് മറഞ്ഞു. ഉരുൾപൊട്ടലിൽ കാണാതായ തന്റെ യജമാനനെ തേടിയുള്ള തിരച്ചിലിലായിരിക്കാം ഈ നായ. സമീർ ബിൻ കരീം, 24 മലപ്പുറം. ഇപ്പോൾ മന്ത്രിതല ഉപസമിതിയുടെ അംഗമായ റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. അതുപോലെ തന്നെ GLPS മുണ്ടക്കയിലെ തുടർ പഠനം GLPS മേപ്പാടിയിലും തുടരാൻ കഴിയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക ആണ് ചെയ്തത്. സ്കൂളിലെ ക്യാമ്പുകൾ കഴിയുന്നവരെ മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന മുറയ്ക്ക് അതത് സ്കൂളുകളിൽ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാം എന്ന വിധത്തിലാണ് ഇന്ന് അങ്ങനെ കണ്ടത്. കുട്ടികളെ മാറ്റുന്ന നടപടി ഉള്ളതിനെ തുടർന്ന് GLP മേപ്പാടിയിലും GSSS മേപ്പാടിയിലും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിനാവശ്യമായ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ പിന്നെ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയിലുള്ള കുട്ടികൾക്കുള്ള കൊട, ബാഗ്,
പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, യൂണിഫോം ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം ചേർന്ന് ഒരു കിറ്റായി ക്യാമ്പ് കഴിയുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന മുറയ്ക്ക് പ്രത്യേക ഒരു പരിപാടിയായി കുട്ടികൾക്ക് നൽകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, നമുക്ക് നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം ഒരുമിച്ച് വിതരണം ചെയ്യാൻ കളക്ടർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടിച്ചേർത്തൊരു പരിപാടി തയ്യാറാക്കും. അതിൻ്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് ലഭിക്കാനായി ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ ഒരു ക്യാമ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. കുട്ടികളുടെ യാത്രാ സൗകര്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും. വെള്ളാർമലയിലെ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ മുണ്ടകയിലെ സ്കൂളിൽ നിന്നുമൊക്കെ മറ്റു മേപ്പാടിയിലെ സ്കൂളുകളിലേക്ക് വരുമ്പോൾ അതിനുവേണ്ടി KSRTC പ്രത്യേകമായിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. കുട്ടികളുടെ മാനസികാഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി സ്കൂളുകൾ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രത്യേക കൗൺസിലിംഗ് നടത്തും. സെപ്റ്റംബർ 4 മുതൽ നടക്കാനിരിക്കുന്ന പരീക്ഷകൾ വെള്ളാർമല, മുണ്ടക്കൈ സ്കൂളുകളെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് അവിടെയുള്ള കുട്ടികളുടെ പരീക്ഷ പിന്നീട് നടത്താൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മിസ്സിംഗ് കേസുകളെ സംബന്ധിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കാം എന്നാണ്. ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു കരട് രൂപമാകുമ്പോൾ ഇനി നമ്പർ കുറഞ്ഞു വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം 216 ഈ നമ്പർ ആരംഭിച്ചിരുന്നത്. അത് പിന്നീട് കുറഞ്ഞ് 184 ഇന്നലെ വൈകുന്നേരമാകുമ്പോൾ 156 കുറഞ്ഞു. ഇന്നേക്ക് ഇപ്പോൾ ലിസ്റ്റ് കരട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ 152 പേരായി കുറഞ്ഞിട്ടുണ്ട്. ഇതിലും ചില പേരുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്ന് വരുന്ന വിധത്തിലാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ 152 മിസ്സിംഗ് കേസുകളാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതിൽ തന്നെ ചിലത് നമുക്ക് ഒത്തുചേർന്ന് പോകാനുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിൽ വന്നതിൽ തന്നെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടോ, ക്യാമ്പുകളിൽ വന്നു കയറി എന്നാൽ ക്യാമ്പിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബന്ധുവീടുകളിൽ പോയി താമസിച്ചു, ഇവിടെ റിപ്പോർട്ട് ചെയ്യാതെ വീട്ടുകാർ തമ്മിൽ പരസ്പരം ഒരു ധാരണയുണ്ടാക്കി കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും ഒക്കെ മാറിപ്പോയി, ആ ആളുകളുടെ പേര് കൂടി ഒരു പക്ഷേ ഇതിൽ വന്നേക്കാം. അങ്ങനെ വന്നാൽ ലിസ്റ്റാകെ തെറ്റാണെന്ന വിധത്തിൽ കാണരുത്. ആ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ അത് സമർപ്പിക്കുന്നത്. തിരിച്ചറിയും തോറും ഈ നമ്പർ കുറയും എന്നാണ് ഞങ്ങളുടെ ധാരണ. അങ്ങനെ കുറയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും. 152 125 256 തുടങ്ങി 216 വന്നു, 184 ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി പേരും അഡ്രസ്സും അവരുടെ ഫോട്ടോ പരമാവധി കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് അതും കൂടി നമ്മൾ ഇന്ന് പബ്ലിഷ് ചെയ്യാണ് പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പാകെ. മന്ത്രി കെ രാജൻ സംസാരിക്കുകയായിരുന്നു. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവരും ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരുമാണ് ക്യാമ്പിൽ തുടരുന്നത്. ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്ന് കുട്ടികളെ മടക്കിക്കൊണ്ടുവരാൻ വിവിധ പദ്ധതികളാണ് ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുള്ളത്. മഴ മാറി, മാനം തെളിഞ്ഞു. സങ്കടം തളം കെട്ടിക്കിടന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ കുഞ്ഞുമുഖങ്ങളിൽ പുഞ്ചിരി വിരിഞ്ഞു. ക്യാമ്പിൽ കഴിയുന്ന പലരും സ്വന്തം വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും മാറി തുടങ്ങി. വീടും ബന്ധുക്കളും പൂർണ്ണമായും നഷ്ടപ്പെട്ടവരാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ സർക്കാരും പഞ്ചായത്തും ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കാൻ വിവിധ ക്യാമ്പുകളിലായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നത്. മഴ മാറി നിന്നതോടെ ജില്ലയിലെ സ്കൂളുകൾ ഇന്നലെ മുതൽ പുനരാരംഭിച്ചു. മേപ്പാടി പഞ്ചായത്തിൽ നിലവിൽ 2 സ്കൂളുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. മറ്റ് സ്കൂളുകളിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുകയാണ്. അതിനാൽ ക്യാമ്പുകളിൽ നിന്ന് ഉടനെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് സ്കൂളുകൾ തുറക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. ചൂരൽമല സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായും മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനായി അധ്യാപകരുടെ നേതൃത്വത്തിൽ ഡാറ്റകൾ ശേഖരിച്ചു തുടങ്ങി. 24 വയനാട്. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പുനരധിവാസത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പദ്ധതിയുടെ അന്തിമ രൂപരേഖ പ്രകാരമാകും പുനർനിർമ്മാണം. ദുരിതബാധിതരായ വിദ്യാർത്ഥികൾക്ക് 20 ദിവസത്തിനകം അധ്യയനത്തിന് പകരം സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിരവധി കുരുന്നുകളാണ് ഇരകളായത്. മുണ്ടക്കൈ LP സ്കൂളിൽ 73 കുട്ടികൾ, വെള്ളാർമല ഹൈസ്കൂളിൽ 497,
VHSCയിൽ 88 വിദ്യാർത്ഥികളാണ് പഠിച്ചിരുന്നത്. ദുരിതബാധിതരായ വിദ്യാർത്ഥികൾക്ക് 20 ദിവസത്തിനകം അധ്യയനത്തിലേക്ക് മടങ്ങാൻ ബദൽ സംവിധാനം ഒരുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ഇന്നിപ്പം പറഞ്ഞത് ഒരു 20 ദിവസം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാൻ കഴിയും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന മേപ്പാടിയിലെ സ്കൂളിൽ താൽക്കാലിക വിദ്യാഭ്യാസം ഒരുക്കുന്നതിനാണ് മുഖ്യ പരിഗണന. പരീക്ഷകൾ മാറ്റിവെക്കും. വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ നൽകും. കൗൺസിലിംഗ് ഉറപ്പാക്കും. വെള്ളാർമല സ്കൂൾ അതേ പേരിൽ പുനർനിർമ്മിക്കും. ടൗൺഷിപ്പ് പദ്ധതിക്കായി കണ്ടെത്തുന്നിടത്തായിരിക്കും പുനർനിർമ്മാണം. തകർന്നുപോയ സ്കൂള് പുനർനിർമ്മിക്കണമല്ലോ, അതിപ്പം അവിടെ പ്രയാസമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ടൗൺഷിപ്പ് വരാൻ പോകുന്നു എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സൂചന ലഭിച്ചത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ സ്കൂളും നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചാകും പദ്ധതി നടത്തിപ്പ്. 24 വയനാട്. വാർത്തകളിലേക്ക് തിരികെ. മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ പരസ്പരം വിവരമറിയിച്ചാണ് നാട്ടുകാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആദ്യ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ രക്ഷപ്പെടണമെന്ന് നാട്ടുകാരോട് പറഞ്ഞ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ദുരന്തത്തിന്റെ വ്യാപ്തി നാട്ടുകാർ പരസ്പരം കൈമാറിയ ആ വാക്കുകളിൽ വ്യക്തം. ഇവിടെ മുണ്ടക്കൈയിൽ രണ്ടാമത് പൊട്ടുന്നുണ്ട് കേട്ടോ. മുണ്ടക്കൈയിൽ രണ്ടാമത് പൊട്ടുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര വെള്ളം വരുന്നുണ്ട്. എല്ലാരും സേഫാണ്. അക്കാലം അത്രയുമുള്ള ജീവിതത്തിൽ അവരെന്നും കാണുന്നതാണ് ആ പുഴയും ആ മാമലകളും. അതത്തരത്തിൽ ജീവഹാനി ഉണ്ടാക്കുമെന്ന് അവർ നനച്ചതേയില്ല. ആദ്യം ഉരുൾപൊട്ടി പ്രശ്നങ്ങൾ തീർന്നു എന്ന് കരുതിയതാണ്. അഭയം തേടി മദ്രസയുടെ മുകളിലേക്ക് ഓടിക്കയറിയവരാണ്. അതിന് കാരണം നേരത്തെയും അത്തരത്തിൽ താക്കീതുകൾ ഉണ്ടാകുമ്പോൾ, വാണിങ്ങുകൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിത സ്ഥാനമായി കയറി നിൽക്കുന്നതാണ് ആ മദ്രസ. ഒറ്റ മണിക്കൂർ കഴിയുമ്പോൾ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ അതിഭീകരം. മദ്രസയും അതിൽ നിന്നവരെ മൊത്തം ഒഴുക്കിക്കൊണ്ടുപോയി. ആ ശബ്ദ സന്ദേശം അയച്ച ആളും അത് കേട്ടവരൊക്കെ ആ കുത്തൊഴുക്കിൽ പെട്ടുപോയി. ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ആദ്യത്തെ പൊട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. ഇവിടുത്തെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ സ്കൂൾ റൂട്ടിന് കയറി. സ്കൂൾ റൂട്ടിന് കയറുമ്പോൾ സ്കൂളിനടുത്തിപ്പോൾ ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. ഞങ്ങൾ വെറുതെ ഒരു ടോർച്ചും ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളെ കയ്യിൽ പോകുമ്പോൾ. ഞങ്ങൾ വരാൻ ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങളിപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പോയതാണ്. പക്ഷേ ഞങ്ങൾ മൂന്നാമത് പൊട്ടുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ അളിയനും ഉപ്പയും ഉമ്മയൊക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് പോയപ്പോൾ അവരവിടെ ഇല്ല, വീടൊന്നുമില്ല അവിടെ. ഇപ്പോൾ വീഴുമെന്ന് നാട് നിൽക്കുന്ന ഭിത്തികൾ മാത്രമാണ് വീട് എന്ന് പറയാൻ ഇവിടെ ബാക്കിയുള്ളത്. പാഞ്ഞെത്തിയ കരിമ്പാറകൾ നിറഞ്ഞ ഭൂമിയിൽ നഷ്ടസ്വപ്നങ്ങളുടെ ശ്മശാന ഭൂമിയാകുമ്പോൾ കിടപ്പാടവും സമ്പാദ്യങ്ങളും ജീവനോപാധികളും നഷ്ടമായ ജീവിച്ചിരിക്കുന്നവർ, മരിച്ചുപോകാതെ രക്ഷപ്പെട്ടവർ ചോദിക്കുന്നു, കേരളമേ, മുന്നോട്ടുള്ള കാലത്ത് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നേരം പോയി തിരിച്ചമ്മക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം പോയി, ഒരുപാട് ആൾക്കാർ. അതിനെപ്പറ്റിയൊന്നും നമുക്ക് വിവരിക്കാൻ കഴിയില്ല. ആ ഈ സ്കൂളിൻ്റെ നമ്മൾ ആ ഏരിയയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളിലെ ജനങ്ങളെ അവസ്ഥ ഇപ്പോൾ നിങ്ങളൊക്കെ ഒരാഴ്ചയായിട്ട് കാണുന്നുണ്ടല്ലോ. ആദ്യം കേട്ട ശബ്ദശകലം മാത്രമല്ല, നമ്മളിവിടെ കാണുന്ന ഓരോ മനുഷ്യരും ആ ദുരന്തത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. മഹാദുരന്ത ഭൂമിയിൽ നിന്നും ക്യാമറാമാൻ VS രാഹുലിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24. വയനാട് പുനർനിർമ്മാണത്തിന് എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന 24 പദ്ധതിയിൽ സഹകരിക്കാൻ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ. 24മായി ചേർന്ന് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 3 കോടി രൂപ ചെലവഴിക്കും. എൻ്റെ കുടുംബം വയനാടിനൊപ്പം ഫ്ലവേഴ്സ് 24 ഇനിഷ്യേറ്റീവിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 8111991453. ഈയൽ പോലെ മനുഷ്യൻ മരിച്ചു വീണ രാത്രി മുതൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുണ്ട് മുണ്ടക്കൈ സ്വദേശി സോബിൻ. വീട് പൂർണ്ണമായി തകർന്നെങ്കിലും സ്വന്തം ജീപ്പുമായി സോബിൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ട്.
വെള്ളരിമലയിലെ തേയിലക്കാടുകൾ താണ്ടി ഈ ജീപ്പുകൾ മുൻപും കുതിച്ചിട്ടുണ്ട്. അന്നൊക്കെ ജീവിത വഴി തേടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവനില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയാണ് സോബിന്റെ ജീപ്പ് പാഞ്ഞത്. ആദ്യ ഉരുളുപൊട്ടിയ നിമിഷം മുതൽ ചൂരൽമലയിലെ പാലം താണ്ടി സോബിനും ജീപ്പും മറുകരയിലെത്തി മനുഷ്യജീവനുകളെ രക്ഷിച്ചെടുത്തു. മറ്റേ മയ്യത്തങ്കര എത്തുന്ന സമയത്തും ഫുള്ള് റോട്ടിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അറിയുന്ന ഒരാളാണ്, ഫ്രാഞ്ചി എന്ന് പറയും, പുള്ളിയുടെ മോനാ. ഒരു ഡ്രസ്സും ഇല്ല, അവിടെ നിൽക്കുന്നു ഫുള്ള് ചെളിയിൽ കുളിച്ചിട്ട്. അപ്പോൾ നമ്മളെ കോട്ട് ഊരി അവൻ്റെ മേത്തിട്ട് കൊടുത്തു. റെയിൻ കോട്ട് ഇട്ടുണ്ടായിരുന്നു, ഊരി കൊടുത്തു. വണ്ടി കയറാൻ പറയുമ്പോൾ പുള്ളി വണ്ടി കയറിയിട്ടില്ല. എൻ്റെ അമ്മയും ബാക്കിയുള്ളവരും മണ്ണിനടിയിലുണ്ട്, പോയി പിടിക്കുന്നതാണ് നമ്മളത് പറയുന്നത്. ഞാൻ പറഞ്ഞു പിടിക്കുക, അവിടെ നിൽക്കട്ടെ, നമുക്ക് കണ്ട് അടുക്കാൻ കഴിയുന്നില്ല, അത്രയും വെള്ളം ഒഴുകുന്നുണ്ട്, ചെളിയും കാര്യങ്ങളും, മരം വന്ന് അടിഞ്ഞനൊക്കെ. അവനെ കയറ്റി നേരെ ചൂരൽമല ഹോസ്പിറ്റലിലേക്ക് പോയി. മറ്റുള്ളവർക്ക് വേണ്ടി സകലതും മറക്കുമ്പോഴും സോബിന്റെ മനസ്സിൽ ഒരു തീരാ നോവുണ്ട്. പുഞ്ചിരിമട്ടത്തെ ആകെയുള്ള ഒരു വീട് ഉരുൾപൊട്ടൽ കവർന്നെടുത്തു. നമ്മളെ വീട് കാണുന്നത് പുഞ്ചിരിമട്ടം, പുഞ്ചിരി ബംഗ്ലാവിന് നിയറായിട്ട് വരും നമ്മളെ വീട്. അവിടെയുള്ള സകല വീടും പോയി. നമ്മളെ വീട്ടിലെ ആളില്ല എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ എൻ്റെ വൈഫ് നാട്ടിലുള്ളത്, പിന്നെ എൻ്റെ അച്ഛൻ അച്ഛമ്മ അവരൊക്കെ ഞാൻ നല്ല മാറ്റി. അവിടുന്ന് തലേദിവസം തന്നെ മാറ്റി. വലിയച്ഛൻ അവരൊക്കെ മാറ്റി. എന്ന് വെച്ചാൽ മഴ ശക്തമായി പോയി തന്നെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുത്തി. ഞാൻ എന്തോ ഒരു മനസ്സ് തോന്നി കൊണ്ടുവന്നിരുത്തി. ടൗൺ അതിമനോഹരമായ പോസ്റ്റ് ഓഫീസ്, അങ്ങാടി കാര്യങ്ങളായിട്ട് 2-3 കടകൾ നിയറായിട്ട് എല്ലാം കിട്ടും. ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മേലെ ഒരു അമ്പലമുണ്ട്, മുസ്ലിം പള്ളി. ഇത് ഒരു നല്ല അതിമനോഹരമായ സ്ഥലം. ജാതിമത ഭേദമന്യേ ഒരു സ്ഥലമാണിത്. അത്രയും ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു കല്യാണം ആയിക്കോട്ടെ, അല്ല പള്ളിയിൽ, ഇപ്പോൾ പള്ളിയിൽ പറഞ്ഞിട്ട് ഞങ്ങളെക്കാളും പങ്കെടുക്കും. ഇവരും അമ്പലത്തിലേക്ക് വരും, ക്രിസ്ത്യൻ പള്ളിയിലും പോകും. അങ്ങനത്തെ ഒരു ഇവിടെ വേർതിരിവില്ലാത്തൊരു സ്ഥലമാണ് മുണ്ടക്കൈ. മറ്റൊന്നും തിരിച്ചു പ്രതീക്ഷിച്ചല്ല സോബിന്റെ ഈ ദിവസങ്ങൾ. 300ഓളം മനുഷ്യരെ രക്ഷിച്ചെടുത്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത ഹൃദയവേദന. നമ്മൾ പ്രതിഫലം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണിത്. നമ്മുടെ നാട്ടിൽ ദുരിതം സംഭവിക്കുമ്പോൾ നമ്മൾ അല്ലാതെ വേറെ ആരാ വരിക? ഇപ്പോൾ എത്രയോ പേര്, ഇപ്പോൾ ഈ കേരളത്തിലല്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് നമുക്ക് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ അവരെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കും. സോബിനെ പോലെ നിരവധി മനുഷ്യരെ ദുരന്തഭൂമിയിൽ കാണാം. സ്വന്തം മണ്ണും മനുഷ്യരെയും നഷ്ടപ്പെട്ടവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. ക്യാമറാമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 വയനാട്. നടക്കുന്ന ഓർമ്മകളിൽ പെട്ടിമുടി. നാലു വർഷം മുൻപ് 2020 ഓഗസ്റ്റ് 6-നാണ് ഇടുക്കി പെട്ടിമുടിയിൽ ഉരുൾപൊട്ടിയത്. രാത്രിയുണ്ടായ ദുരന്തത്തിൽ ലയങ്ങൾ തകർന്ന 70 പേർക്ക് ജീവൻ നഷ്ടമായി. മറ്റൊരു ദുരന്തം ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ വയനാടിനെ വലയ്ക്കുമ്പോൾ ഇടുക്കിയിലെ ദുരന്തത്തിന്റെ ഓർമ്മകളിലേക്ക്. ഓഗസ്റ്റ് 6 ഇടുക്കി രാജമലയിലെ പെട്ടിമുടി. രാത്രി 11 മണിയോടടുക്കുന്നു. കനത്ത മഴ. കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷനിലെ 22 തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ചിരുന്ന 4 ലയങ്ങളിലുള്ളവർ പകൽ സമയത്തെ അധ്വാനത്തിനു ശേഷം ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് 3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഈ ലയങ്ങൾക്ക് മേലേക്ക് ഉരുൾ പൊട്ടിയിറങ്ങിയത്. പ്രദേശത്ത് 10 അടി ഉയരത്തിൽ വരെ മണ്ണുമൂടി. പലയിടത്തും വലിയ പാറകൾ വന്നടിഞ്ഞു. വൈദ്യുതി ബന്ധം നിലച്ചതിനാലും മൊബൈൽ ഫോൺ കവറേജ് ഇല്ലാതിരുന്നതിനാലും ദുരന്തം പുറംലോകമറിയാൻ വൈകി. പ്രതികൂല കാലാവസ്ഥ മൂലം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനു ശേഷം മണ്ണിനടിയിൽ നിന്നും 3 കിലോമീറ്ററിനപ്പുറം പുഴയിൽ നിന്നും വനമേഖലയിൽ നിന്നുമൊക്കെയാണ് 66 മൃതശരീരം കണ്ടെത്തിയത്. പേരാണ് ഉരുൾപൊട്ടൽ സമയത്ത് ലയങ്ങളിലുണ്ടായിരുന്നത്. കുട്ടികളടക്കം 70 പേർ മരിച്ചു. ഒരു കുടുംബത്തിലെ 21 പേരും അതിൽ ഉൾപ്പെട്ടു. 4 പേരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കാണാതായ 4 പേരെ കൂടി മരിച്ചവരായി കണക്കാക്കുകയായിരുന്നു. 12 പേർ മാത്രമാണ് ഈ ദുരന്തത്തെ അതിജീവിച്ചത്. റിസർച്ച് ഡെസ്ക് 24.
4 വർഷം മുൻപ് ഉരുൾപൊട്ടിയ ഇടുക്കി പെട്ടിമുടിയിലെ ദുരന്തഭൂമിയിൽ ഉറ്റവരെ തേടി അലഞ്ഞ കുവി എന്ന നായ ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്. പെട്ടിമുടിയിലെ ലയത്തിലെ 2 വയസ്സുകാരി ധനുഷ്ക കുവിയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു. അവളുടെ ജീവനറ്റ ശരീരം കിലോമീറ്ററുകൾക്കപ്പുറം കണ്ടെത്തിയത് കുവിയാണ്. ധനുഷ്കയുടെ വിറങ്ങലിച്ച വിരലുകളിൽ കുവി മൂക്കുകൊണ്ട് തൊട്ടു. തന്നെ ഉമ്മവെച്ച ആ മുഖം മണത്തു. പിന്നെ മൃതദേഹത്തിനരികിൽ കിടന്നു. ഇന്ന് ധനുഷ്കയ്ക്ക് പകരം ചേർത്തല ചക്കരംകുളം കൃഷ്ണകൃപ വീട്ടിൽ കുവിക്ക് കൂട്ടായി ഇളയുണ്ട്. കുവിയെ പരിശീലിപ്പിച്ച ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ പരിശീലകനായിരുന്ന അജിത് മാധവന്റെ വീടാണിത്. 2021 മുതൽ ഇവിടെയാണ് കുവി. അടിമാലി സ്റ്റേഷനിൽ സീനിയർ CPO ആയ അജിത്തിന്റെ മാതാപിതാക്കളായ മാധവൻകുട്ടി, ശാന്തകുമാരി, ഭാര്യ ആരതി, മകൾ ഇള എന്നിവരുടെ ഓമനയാണ് കുവി. ഇതിനിടെ ശ്രീജിത്ത് പൊയിൽക്കാവ് സംവിധാനം ചെയ്ത നജസ് എന്ന സിനിമയിൽ കുവി മുഴുനീള കഥാപാത്രവുമായി. കൊണ്ടുവന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ ധനുഷ്കയുടെ പ്രായമായിരുന്നു എൻ്റെ മോക്കും. വന്നപ്പോഴത്തേക്ക് പിന്നെ മോളുമായിട്ട് ഭയങ്കര അടുപ്പമായി. ഇപ്പം മോള് പറയുന്നതെല്ലാം അവൾ ചെയ്യും. കുറച്ച് നേരം അവിടെ മോള് പറയും വെയിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കും, ഇങ്ങ് വരാൻ പറയുകയാണെങ്കിൽ വരും. അവളെ ഇരുത്തിക്കൊണ്ട് മോള് അവളുടെ പടം വരയ്ക്കും. പല സർക്കാർ ജോലികളും വേണ്ടെന്ന് വെച്ചാണ് അജിത് മാധവൻ പോലീസിന്റെ ഡോഗ് സ്ക്വാഡിൽ ചേർന്നത്. പോലീസ് നായ്ക്കളെക്കുറിച്ച് 7 വോള്യമുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. ആദ്യ പുസ്തകമായ ട്രാക്കിംഗ് അടുത്ത മാസം പ്രസിദ്ധീകരിക്കും. നായകളുടെ ആശയവിനിമയം, മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത്, രക്ഷാപ്രവർത്തനത്തിനായുള്ള തിരച്ചിൽ, സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനുള്ള ശേഷി തുടങ്ങിയ വിഷയങ്ങളിലാകും മറ്റു പുസ്തകങ്ങൾ. 24 ആലപ്പുഴ. തിരികെ വാർത്തകളിലേക്ക്. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെ കടലിൽ മൃതദേഹം കണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ. ഹൊന്നാവര ബീച്ചിന് സമീപത്താണ് പുരുഷന്റെ മൃതദേഹം കണ്ടത്. കടലിൽ തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. പ്രത്യക്ഷത്തിൽ ഏറെ പഴക്കം തോന്നിക്കാത്ത പുരുഷന്റെ മൃതദേഹമാണ് കടലിൽ 4 കിലോമീറ്റർ അകലെ മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. മൃതദേഹം അർജുന്റേതാകാൻ സാധ്യതയില്ലെന്ന് പ്രദേശത്ത് എത്തിയ ഈശ്വർ മാൽപേ പറഞ്ഞു. മൃതദേഹം കണ്ടെത്തിയാൽ DNA പരിശോധന നടത്തണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അഡ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി അപ്പോളോ ആശുപത്രിയിലാണ് ചികിത്സ. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ വിനീത് സൂരിയുടെ നേതൃത്വത്തിലാണ് ചികിത്സ. കഴിഞ്ഞ മാസം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് LK അഡ്വാനിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇനി മുതൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്ത് എന്നും നേമം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സൗത്ത് എന്നും അറിയപ്പെടും. പേര് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇതോടെ 2 സ്റ്റേഷനുകളെയും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് ടെർമിനലുകളാക്കാനുള്ള നടപടി സജീവമാകും. സംസ്ഥാനത്ത് റെയിൽവേ ചുമതലയുള്ള മന്ത്രി V. അബ്ദുറഹ്മാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ഉന്നതർക്കും കത്തെഴുതിയിരുന്നു.